ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്ത് ഇനി പാർലറിലൊക്കെ പോയി എപ്പോൾ ചെയ്ത് ഇതിന് പെയിൻ ആലോചിക്കുമ്പോൾ ഇനി പോവാനേ തോന്നണില്ല. പക്ഷെ ഫംഗ്ഷൻ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. എന്തൊക്കെ ചെയ്ത് അതിനൊക്കെ ഉപയോഗിച്ചെങ്കിൽ വല്ല പണി കിട്ടുമോ? എന്തായാലും നോക്കി നോക്കാം അല്ലേ. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ലേഡീസിനുള്ള പ്രശ്നമാണ് ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഫേസിൽ ഈ പറയുന്ന ഹെയർസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു അഭംഗിയാണ് കേട്ടോ. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് വരുന്നതുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഹോർമോൺ ഇംബാലൻസ്, ചിലർക്ക് അതൊരു ഹെറിഡിറ്ററി ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് വരുന്ന അങ്ങനത്തെ കുറേ കേസസ് ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ചില ആൾക്കാർക്ക് അതൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അവർ എത്താറുണ്ട് ഈ പറയുന്ന ഫേഷ്യൽ ഹെയർ കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ഹെയർ ഭയങ്കര പെട്ടെന്ന് ഒരു വിത്തിൻ 2 to 3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 3-4 മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു രീതിയിലുള്ള ഫേഷ്യൽ ഹെയർ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഡെലിവറി പ്രഗ്നൻസി ടൈമിൽ ചെറിയ തോതിലുള്ള PCOD PCOS ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ കുറച്ച് ഈ പറയുന്ന ചീക്സിൽ, അതുപോലെ തന്നെ ഈ അപ്പർ ലിപ് ഭാഗത്തൊക്കെ കുറച്ച് ഫേഷ്യൽ ഹെയർസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഇതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്തൊക്കെ മെത്തേഡ്സ് വെച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കിയത്. അപ്പൊ ഞാൻ ട്രൈ നോക്കിയ കുറച്ച് മെത്തേഡ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ആ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം അല്ലെ. ഈ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പഴയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലാണ് ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് കിട്ടിയിട്ട് മുടക്കം കൂടാതെ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്. ആക്ച്വലി ഇതൊരു കൈൻഡ് ഓഫ് റേസേഴ്സ് ആണ്. നമ്മൾ നോർമലി ജെൻസ് ഒന്നും യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു തരത്തിലുള്ള റേസർ അല്ല. ആക്ച്വലി ഇത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു റേസർ ആണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് റഫ് അല്ല, കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റേസർ ആണ് കേട്ടോ. ഞാനിത് നാട്ടിൽ ലാസ്റ്റ് ടൈം വെക്കേഷന് പോയപ്പോഴാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ ഷോപ്പിൽ നോർമൽ ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടും. ഇത് മൂന്നും കൂടെ ഒരു പാക്കായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒറ്റ പാക്കറ്റിനുള്ളിലായിരുന്നു ഇത് 3 ഉണ്ടായിരുന്നത്. 50-60 ആ ഒരു റേഞ്ചാണ് ഉണ്ടായിരുന്നത്. 50-60 അതന്നെ ഷുവറായിട്ടും ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പാക്കേജിങ് ഉണ്ടല്ലോ, അതെൻ്റെ ഇത് മിസ്സായപ്പോൾ. ഇത് 3 ഉള്ളൂ. ഞാനിപ്പോൾ ഇത് 2 യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ 1 തന്നെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഒരു റെഗുലർ യൂസേജ് വരാറില്ല. എനിക്ക് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഒരു 2 months ഒക്കെ കൂടുമ്പോൾ മാത്രമേ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവും മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സൈറ്റുകളിലും ഈ ഒരു സംഭവം അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് പറ്റുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അല്ലാത്തവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ നോർമലി ഈ ഒരു സാധനം ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. പറയുന്ന റേസർ എങ്ങനെയാണ് ഇത് ഒരു മൊത്തത്തിൽ വരുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതിന് ഇത്രയും ഭാഗം പ്ലാസ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ഒരു ലൈൻ, ജസ്റ്റ് ഒരു ലൈൻ നമ്മൾ വരയ്ക്കില്ല, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ റേസേഴ്സിനെ പോലെ വലിയ ബ്ലേഡ് ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതാക്കാം. പിന്നെ ഷാർപ്പാണ്, അത്യാവശ്യം നല്ല ഷാർപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ യൂസ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുറിയാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ് വരുന്നത്. സോ നമുക്ക് കുറച്ച് എന്താ പറയുക, യൂസ് ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ സേഫായിട്ട് എടുത്തു വെക്കാനും പറ്റും. അങ്ങനെ എവിടെയും കൊണ്ട് മുറിയുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് കുറച്ചൊരു ബെൻഡിങ് ഇതുള്ള കാരണം കൊണ്ട് നമുക്ക് ഇത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്തും കുറച്ച് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിലർക്കുള്ള ഒരു ധാരണയുണ്ട്, നമ്മൾ ഇങ്ങനെ ഫേഷ്യൽ ഹെയർസ് ഇങ്ങനെ റേസേഴ്സ് ഒക്കെ വെച്ച് ഷേവ് ചെയ്ത് ആണ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെ വരുന്ന മുടിയൊക്കെ ഭയങ്കര കട്ടിയുള്ളതായിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ ഫേസിൽ ഫുള്ള് ഹെയർസ് കൂടുള്ളൂ എന്നൊക്കെ ഉള്ളത്. ഉള്ള ഹെയർ കൂടുന്നില്ല, ഓൾറെഡി ഉള്ള സംഭവം നമുക്ക് എങ്ങനെയാണ് വരുന്നത് അത് അങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ ഈ പറയുന്ന കട്ടി വെക്കുന്ന എന്ന് പറയുന്ന സംഭവം ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയർ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് തിന്നായിട്ടുള്ള ഹെയർസ് ആവും. സോ നമ്മളിത് ഷേവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ അത് കട്ട് ചെയ്യാണ് ചെയ്യണത്. അതിൻ്റെ ടോപ്പ് ലെയർ ആണ് കട്ടായിട്ട് പോണത്. സോ അതിൻ്റെ അടിയിലുള്ള ലെയർ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് കുറച്ചും കൂടെ കട്ടിയുള്ളതാവും. സോ നെക്സ്റ്റ് ടൈം ഇതാണ് വളർന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് നമുക്ക് കട്ടിയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇത് ഷേവ് ചെയ്ത കാരണം കൊണ്ട് മാത്രം കട്ടിയുള്ള ഒരു ഹെയർ വരുന്നതല്ല. അപ്പൊ അങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ, അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു സിവിയർ ഇഷ്യൂസ് ആയിട്ട് അത്രയും ഹെയർ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാക്സിങ് ഓപ്റ്റ് ചെയ്യാം കേട്ടോ.
അല്ല പെട്ടെന്ന് ഇപ്പോൾ വല്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്, നമുക്ക് പോയി പാർലറിൽ പോയി വാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഹെയർസ് ആണ്, അത്ര സിവിയർ ആയിട്ടുള്ള ഹെയർ ഇഷ്യൂസ് ഒന്നും ഫേസിൽ ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര ബെസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും നമ്മുടെ ഫേസിലുള്ള ഹെയറിന്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് യൂസേജ് വരിക. ചിലർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് യൂസ് ചെയ്യേണ്ടി വരും, ചിലർക്ക് ഡെയിലി യൂസേജ് വരും, ചിലർക്കൊക്കെ കണ്ടില്ലേ നല്ലപോലെ അപ്പർ ലിപ്പും മീശ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കൊക്കെ മന്ത്ലി അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുന്ന സമയത്തൊക്കെ വല്ലപ്പോഴും യൂസ് ചെയ്താൽ മതി, അതിന് മാത്രം ഒരു ഹെയർ ഗ്രോത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക ഹെയർ ഗ്രോത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഇത് ചെയ്യുന്നതിനായിട്ട് മുന്നേ തന്നെ വാക്സിങ്ങും ത്രെഡിങ്ങും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞ ഒരു ടൈമിൽ ഫേസ് ഒക്കെ മൊത്തം ഭയങ്കര കരിവാളിപ്പും അതുപോലെ തന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ PCOD പ്രശ്നങ്ങളുണ്ട്, ഹെയർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയും ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാർലറിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ വാക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൺസ് ഞാൻ ത്രെഡിങ് അത് പ്ലക്കറൊക്കെ യൂസ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ത്രെഡിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 മെയിനായിട്ട് ഈ ഭാഗത്തൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. തോന്നുന്നു PCOD ഉള്ള ആൾക്കാർക്കൊക്കെ അധികം ഈ ഭാഗത്തും അപ്പർ ലിപ്പ് ഭാഗത്തൊക്കെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ കുറേ ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് 8-ൻ്റെതൊന്നും പറയാൻ പറ്റില്ല, നല്ല 16-ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്ത സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിലൊക്കെ വരുമ്പോഴേക്കും മുഖത്തൊക്കെ മുഴുവൻ ഇങ്ങനെ റെഡ് കളറായിട്ട് ഇങ്ങനെ ചുവന്ന് കിടക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി കാര്യം കുറച്ച് പ്രശ്നമാണെന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഇത് ഫുള്ള് നമ്മുടെ ഈ ഹെയർ വരുന്ന എല്ലാ ഭാഗത്തും ഇങ്ങനെ കുഞ്ഞിതായിട്ട് പിമ്പിൾസ് വന്നു, നല്ല റെഡ് കളറായി, നല്ല പെയിൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ മാസ്ക് യൂസ് ചെയ്യലും ഓഫീസ് പോലൊക്കെ ആയപ്പോൾ ഇത് മൊത്തം ഭയങ്കര ഹീറ്റാക്കി ആയിട്ട് ഒരു തരം ഇൻഫെക്ഷൻ പോലെയായി. അപ്പൊ അന്നത്തോട് കൂടെ ഞാൻ തീരുമാനിച്ചു ഇനി ഫേസിൽ വാക്സിങ് ആണെങ്കിലും ഈ പറയുന്ന ത്രെഡിങ് ആണെങ്കിലും ചെയ്യണ പരിപാടി ഇല്ല എന്നുള്ളത്. ലാസ്റ്റ് ഇതൊന്ന് ചെയ്തിട്ട് മാറാതെ പിന്നെ അതൊരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് കിടന്നു തുടങ്ങിയപ്പോൾ പിന്നെ ആ ഒരു ക്ലൈമറ്റും ഒക്കെ ആയപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റിയും എല്ലാം കൂടി ആയപ്പോൾ അങ്ങനെ പ്രശ്നമായത്. അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് സ്കിന്നിന്റെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു ഓയിൻമെന്റ് ഒക്കെ തന്ന് ഒരു തരം സിറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നല്ല പോലെ മാറിയത്. അതിനുശേഷം ഞാൻ ഈ സംഭവം കൈകൊണ്ട് തൊടില്ല, ഈ ഫേസിൽ വാക്സിങ് ആണെങ്കിലും ഈ ത്രെഡിങ് ആണെങ്കിലും. പിന്നെയാണ് ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ മുന്നേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ വാങ്ങിച്ചു നോക്കിയത്. അപ്പം ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പർ ലിപ്പിന്റെ ഭാഗത്താ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. ദെൻ ഞാൻ ചീക്സിലൊക്കെ ചെയ്തു, അപ്പോഴും പ്രശ്നമൊന്നും കണ്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായി. കാരണം വേറെ പ്രത്യേകിച്ച് നമുക്ക് സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും വന്നില്ല. എൻ്റെ കുറച്ച് ഒരു സെൻസിറ്റീവും ആയിട്ടുള്ള ഒരു സ്കിന്നാണ്, അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അലർജിയും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് ശ്രദ്ധിച്ചൊക്കെ കണ്ട് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നാൾ എന്താ പറയുക ഇതിന് നന്നായിട്ട് ഒരു സ്റ്റഡി ചെയ്തിട്ടാണ് ഈ സാധനം യൂസ് ചെയ്തത്. പക്ഷെ സംഭവം കിടുവാണ്, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് അപ്പർ ലിപ്പിന്റെ എവിടെയൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോർവേഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ജസ്റ്റ് നമ്മളിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇപ്പം നിങ്ങൾക്ക് അപ്പർ ലിപ്സ് എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിപ്പോൾ ചെറിയ തോതിൽ മാത്രമേ അപ്പർ ലിപ്സിൻ്റെ അവിടെയൊക്കെ വന്നിട്ടുള്ളൂ, ഹെയർസ് ചീക്സിലൊന്നും ഇല്ല. ഞാനിപ്പോൾ കുറച്ച് നാൾ മുന്നേ ഒരു 1 വീക്ക് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഈ ഭാഗത്തൊന്നും ഇല്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് മുന്നേ പുറത്തൊക്കെ പോയി വന്നിട്ടുള്ളൊരു സമയത്തൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നല്ല ക്ലെൻസറോ അല്ലെങ്കിൽ നോർമൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ പറയുന്ന റേസർ യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പുറത്തൊന്നും പോയിട്ടില്ല, ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വാഷ് ചെയ്യണമെന്ന് മാത്രം കാണിച്ചത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. ദെൻ ഞാൻ ചെയ്യണ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളത് ജസ്റ്റ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആവില്ലേ. പിന്നെ നമ്മളിങ്ങനെ ഷേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ എന്താ പറയുക റഫായിട്ട് ഫീൽ ആവാറുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പെട്ടെന്ന് റിങ്കിൾസ് വരാനുള്ള ചാൻസ് തോന്നുന്നത്. അപ്പം ഞാൻ ഏതായാലും നമ്മുടെ കയ്യിൽ മോയ്സ്ചറൈസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഖാദിയുടെ നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസറാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എവിടെയാണോ ഈ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യേണ്ടത് ഹെയർസ്, ജസ്റ്റ് ഇതപ്പോൾ അപ്പർ ലിപ്പിൻ്റെ അവിടെയാണെങ്കിൽ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒരു കുറച്ചിങ്ങനെ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ദെൻ നമ്മുടെ ഈ ഒരു റേസർ വെച്ചിട്ട് ഇവിടെ നിന്ന് താഴേക്ക് ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ ആ ഒരു ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അത് പ്രശ്നമാവും. അപ്പോൾ റിങ്കിൾസൊക്കെ വരുമ്പോൾ
കണ്ടോ ഇങ്ങനെ ഈ ഒരു ഇതിൽ കണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ലോവർ ലിപ്സിൽ ചെയ്യാം, അതുപോലെ തന്നെ ചീക്സ് ഏരിയയിൽ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ കുറച്ച് കട്ടിക്ക് മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആയി എന്ന് തോന്നിയതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എൻ്റെ അടുത്ത് അത്ര ഒരു ഇത് വന്നിട്ടില്ല. നമ്മൾ കണ്ടോ കുറച്ച് കൈമ ഒരു ഇത് വന്നിട്ടുണ്ട്, കുറച്ച് ഹെയർ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാൾ മുന്നേ ചെയ്ത കാരണം കൊണ്ട് ശരിക്കും നമ്മുടെ ഈ സ്കിന്നിൽ ഉള്ള ഫേസിൽ ഉള്ള ആ ഒരു ഡെഡ് സ്കിന്നും കൂടെ ഇതിൽ റിമൂവ്. അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ കുറച്ച് ഹെയർ വന്നിട്ടുണ്ടെങ്കിൽ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഈ ഡെഡ് സ്കിന്നും കൂടെ പോകുന്ന കാരണം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ശരിയായിട്ട് കിട്ടണത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോവുക, ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. കാരണം ആ ഹെയറിൻ്റെയും ക്രീമും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ മോയ്സ്ചറൈസർ തന്നെ ഇല്ലേ, എന്തായാലും നമ്മൾ സ്കിന്ന് ഈ പറഞ്ഞ പോലെ റേസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഇങ്ങനെ കുറച്ച് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ഇങ്ങനെയുള്ള റേസറൊക്കെ യൂസ് ചെയ്താൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അപ്ലൈ ചെയ്തു, സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ബാക്കി വാക്സിങ് ആണെങ്കിലും ത്രെഡിങ് ഒക്കെ ആണെങ്കിലും അപ്പർ ലിപ്പൊക്കെ എടുക്കുക ഇവിടേക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ പോകുന്ന ഒരു കാര്യമാണ്, ഭയങ്കര പെയിനാണ്. പക്ഷെ എന്നാലും അത് ചെയ്യാത്ത ആൾക്കാരും ഭയങ്കര റെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന ഒരു റേസർ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെയിൻലെസ് ആണ്. അതുപോലെ ടൈം ഭയങ്കര കൺസ്യൂമിങ് ആണ്, അത്രയധികം സമയമൊന്നും വേണ്ട. പിന്നെ കുറേ നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹെയർ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. അവർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഭയങ്കര ഒരു പ്രയോജനപ്പെടുന്നു വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരു കുറച്ചൊരു പൈസ, തുച്ഛമായ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ സംഭവം ഉപയോഗിക്കാനായിട്ട് പറ്റും. കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇത് അത്ര പെട്ടെന്നൊന്നും ഈ ഒരു ബ്ലേഡിൻ്റെ ഷാർപ്നെസ് ഒന്നും പോവില്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് പുറത്ത് പോകാനും കുറച്ച് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല പുറത്ത് നമ്മൾ ഇവിടേക്ക് പാർലറിലൊക്കെ പോയിട്ട് ഈവൻ ഒരു അപ്പർ ലിപ്പ് എടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല പൈസ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ റേറ്റും വരുന്നില്ല. കുറേ ടൈംസ് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഡെയിലി പോയിട്ട് പാർലറിൽ പോയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം പോകണമെന്ന് എല്ലാവർക്കും നടക്കണ കേസ് ആയിരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന് മൊത്തത്തിൽ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഒരു ലെയർ റിമൂവ് ആയിട്ട് കുറച്ചും കൂടെ ഒരു ഗ്ലോ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അത് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, കീപ് വാച്ചിങ്.